അധ്യക്ഷൻ ശ്രീ കെ പി രാമനുണ്ണി, കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ ശ്രീനിവാസ റാവു, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ ശ്രീ NS മാധവൻ, പ്രിയപ്പെട്ട ശ്രീ രാമോഹൻ, തിരുത്തുഞ്ചൻപറമ്പിൽ ദീർഘകാലം ഇവിടെ ഒരു സാന്നിധ്യമായിരുന്ന ഒരു മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. ജീവിച്ചിരുന്ന കാലത്ത് തന്നെയും ധാരാളമായി പഠിക്കപ്പെടുകയും ധാരാളമായി വാഴ്ത്തപ്പെടുകയും ഒപ്പം ധാരാളമായി വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ്റെ മരണാനന്തര ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 3 തരത്തിൽ MT വാസുദേവൻ നായർ സാറിനെ എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിലൊന്ന്, ഏതൊരു മലയാളിയെയും പോലെ നമ്മുടെ ഹൃദയത്തെ ആവേശിച്ച, നമ്മുടെ സാഹിത്യ അഭിരുചികളെ നിർണയിച്ച, അക്ഷരങ്ങൾ കൊണ്ട് വലിയ അനുഭൂതികൾ നമുക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരനെ ഒരു സാധാരണ വായനക്കാരൻ എങ്ങനെയാണോ ആദരിക്കുന്നത്, സ്നേഹിക്കുന്നത്, അമ്മട്ടിൽ. രണ്ടാമത്തേത്, മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഒരു വലിയ കാലയളവോളം പ്രകാശം പരത്തി നിന്ന ഒരു എഴുത്തുകാരനെ പിൽക്കാലത്ത് വന്ന ഒരു ചെറിയ എഴുത്തുകാരൻ, വളർന്നു വരുന്ന ഒരു എഴുത്തുകാരൻ കണ്ടതും സ്വാംശീകരിച്ചതും അതിവർത്തിക്കുവാനോ അതിശയിക്കുവാനോ ശ്രമിച്ചതുമായ സവിശേഷമായ ഒരു രീതി. മൂന്നാമത്തേത്, മാതൃഭൂമി പോലെയുള്ള ഒരു വലിയ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലിക്ക് ചേരുകയും അദ്ദേഹത്തോടൊപ്പം വർഷങ്ങളോളം ജോലി ചെയ്യുകയും അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം നിർവഹിച്ച ചില ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എളിയ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ. ഇതിൽ ആദ്യത്തേത് മുഴുവൻ മലയാളികൾക്കും അവകാശപ്പെട്ട ഒന്നാണ്. വലിയൊരു എഴുത്തുകാരനെ ഒരു ആസ്വാദകൻ നോക്കിക്കാണുന്ന രീതി. രണ്ടാമത്തേത്, ഇവിടെ കൂടിയിരിക്കുന്ന കുറേ എഴുത്തുകാർക്കെങ്കിലും ഒപ്പം നിൽക്കാവുന്ന ഒരു മേഖലയാണ്. ഒരു പൂർവ്വസൂരിയെ പിൻപറ്റുന്ന പിൽക്കാലത്തെ ഒരു എഴുത്തുകാരൻ. എന്നാൽ മൂന്നാമത്തേത്, തൊഴിൽപരമായ ആ സഹവാസം ഒരുപക്ഷെ അധികം പേർക്ക് പറയാനാവാത്തതാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ 3 മട്ടിലുള്ള ഓർമ്മകളിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിക്കുക. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഏതൊരു സമൂഹത്തിനും എന്നതുപോലെ, ഏതൊരു വ്യക്തിക്കും എന്നതുപോലെ ചില ആന്തരാവയവങ്ങളുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഹൃദയം ഒന്നേയുള്ളൂ എന്നറിയാം. ശ്വാസകോശം 2 ഉണ്ട്, കണ്ണുകൾ 2, കാതുകൾ 2, മൂക്കിന് ദ്വാരങ്ങൾ 2. അങ്ങനെ യുഗ്മങ്ങളുടെ, ഇരട്ടകളുടെ ഒരു സമാഹാരമായിട്ടാണ് മനുഷ്യ ശരീരം കൂടുതലും സംവിധാനം ചെയ്യപ്പെട്ടുള്ളത്. അതുപോലെ നമ്മുടെ സാംസ്കാരിക ശരീരത്തിന്, മലയാളം എന്ന ഭാഷയുടെ സാഹിത്യത്തിൻ്റെ സാംസ്കാരിക ശരീരത്തിന് മറ്റൊന്നെടുക്കുവാൻ പലതുമുണ്ട് എങ്കിലും ഹൃദയം പോലെ അനന്യമായ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു MT വാസുദേവൻ നായർ സാർ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഒരു വ്യക്തിക്ക് ഹൃദയം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സാംസ്കാരിക ശരീരത്തിന് ഒരു ഹൃദയമേ ഉണ്ടായിരുന്നുള്ളൂ എക്കാലത്തും, അല്ലെങ്കിൽ കുറേ ദീർഘകാലത്തേക്കെങ്കിലും അത് MT ആയിരുന്നു. മലയാള ഭാഷയെ ഹൃദയം കൊണ്ട് സംസാരിക്കുവാൻ
പരിശീലിപ്പിച്ചു എന്നുള്ളതാണ് എം ടി ചെയ്ത വലിയ സാഹിത്യ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, തകഴിയുടെയും ദേവിൻ്റെയും ബഷീറിൻ്റെയും കാരൂരിൻ്റെയും എല്ലാം കാലത്ത് വിശപ്പിനെയും അരിയെയും പട്ടിണിയെയും പറ്റിയുള്ള ധാരാളം കഥകൾ, മിക്കവാറും കേവല മനുഷ്യൻ്റെ വയറിനെ അഭിസംബോധന ചെയ്യുന്ന ധാരാളം കഥകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. വിശപ്പ് എന്ന പേരിലും പട്ടിണി എന്ന പേരിലും അല്ലെങ്കിൽ തത്സമങ്ങളായ ശീർഷകങ്ങൾ ധാരാളം കഥകൾ മലയാളത്തിൽ പിറന്നു വീണിട്ടുണ്ട്. ഒരേ പേരിൽ തന്നെ പ്രശസ്തരായ പല ഗാഥികരുടെയും കഥകളുണ്ടായിട്ടുണ്ട്. അങ്ങനെ വയറിനെ ചുറ്റിപ്പറ്റി നിന്ന ഒരു കഥാന്തരീക്ഷത്തെ എം ടി വാസുദേവൻ നായർ ഹൃദയത്തിൻ്റെ തലത്തിലേക്ക്, ലംബമായി നിൽക്കുന്ന മനുഷ്യ ശരീരത്തെ ഓർത്തു പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉയരത്തിലേക്ക് ഉയർത്തിക്കെട്ടുകയാണ് ചെയ്തത് എന്ന് പറയാം. പിൽക്കാലത്തെ ഒരു എഴുത്തുകാരൻ്റെ കഥാസമാഹാരത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ അദ്ദേഹം ജെയിംസ് ജോയ്സിന് ഒരു കമൻ്റ്, ഒരു നിരീക്ഷണം ഫ്രാങ്ക് ഒക്കോണർ എന്ന് പറയുന്ന നിരൂപകൻ ഉദ്ധരിച്ച് ചേർത്തിട്ടുള്ളത് എം ടി എടുത്തെഴുതിയിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അയർലൻഡ് എന്ത് ചിന്തിക്കുന്നു എന്നറിയേണ്ടി വരുന്ന നിമിഷങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്നാണ് ആ വാചകം. അയർലൻഡ് എന്ത് ചിന്തിക്കുന്നു എന്നറിയുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു എന്നതാണ് ആ വാചകം. അത് സൂക്ഷ്മമായി നോക്കിയാൽ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മോട്ടോവായി, ആപ്തവാക്യമായി സ്വീകരിച്ച ഒരു വാചകമായിട്ട് വേണം നമുക്ക് ഇന്ന് കണക്ക് കൂട്ടാൻ. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത്, അതിനു മുമ്പും ലോകത്ത് എഴുതപ്പെട്ടുകൊണ്ടിരുന്ന മഹനീയമായ എല്ലാ സാഹിത്യകൃതികളും തേടിപ്പിടിച്ച് വായിച്ച് ആസ്വദിച്ചിരുന്ന എം ടി, പക്ഷേ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തെ പിൻപറ്റി പറഞ്ഞാൽ, അറിയാത്ത മഹാസമുദ്രങ്ങളെ ഉള്ളിൽ വഹിക്കുന്ന, മഹാത്ഭുതങ്ങളെ ഉള്ളിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളയാണ് ഇഷ്ടം എന്നതുപോലെ തൻ്റെ ഗ്രാമത്തിൻ്റെയും കേരളദേശത്തിൻ്റെയും കഥകളിൽ വ്യാപരിക്കുവാനാണ് ഉത്സുകമായത്. അത് ഭാഷ എന്നാൽ ഹൃദയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന തിരിച്ചറിവായിരുന്നു കാരണം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ലോക സാഹിത്യങ്ങൾ മുഴുവൻ വായിച്ചിട്ടും ആധുനികതയും ഉത്തരാധുനികതയും മലയാളത്തിൽ കത്തി നിൽക്കുന്ന കാലത്ത് നമ്മുടെ സാംസ്കാരിക ക്ഷേത്രത്തിൻ്റെ അധിപനായി ഇരിക്കുമ്പോഴും മനുഷ്യന് മനസ്സിലാവാത്ത കഥകൾ എഴുതുവാൻ തുനിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാക്ഷ്യം ആയി പറയാവുന്നത്. നേരത്തെ ശ്രീ എൻ എസ് മാധവൻ സൂചിപ്പിച്ചതുപോലെ തൻ്റെ തന്നെ സാഹിത്യ രീതികളെ, തൻ്റെ തന്നെ ഹൃദയ പദ്ധതികളെ ഉല്ലംഘിക്കുന്ന, ഒരു വേള അതിശയിക്കുക പോലും ചെയ്യുന്ന പിൽക്കാല എഴുത്തുകാർക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വലിയ ഇടം കൊടുത്ത് ഭാഷയിലേക്കും സാഹിത്യത്തിലേക്കും സംസ്കാരത്തിലേക്കും സ്വീകരിച്ച് ആനയിക്കുമ്പോൾ പോലും താൻ സ്വായത്തമാക്കിയിരുന്ന സാഹിതി സബര്യ അക്ഷരവിദ്യയിൽ മായം ചേർക്കാതിരിക്കുവാൻ അദ്ദേഹം ഉത്സുകനായിരുന്നു എന്ന് കാണാം. ആ ഔത്സുക്യം അദ്ദേഹത്തിനെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാക്കി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. താൽക്കാലികമായ ഇസങ്ങൾക്ക് പിന്നാലെ പോകാതെ ലോകസാഹിത്യത്തിൻ്റെ അതിവിപുലമായ പാരായണത്തിൽ നിന്ന് താൻ സ്വായത്തമാക്കിയ സാഹിത്യത്തെ സംബന്ധിക്കുന്ന ഉൾക്കാഴ്ചകളെ, തിരിച്ചറിവുകളെ അദ്ദേഹം തൻ്റെ ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിമനോഹരമായി ആവിഷ്കരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. എം ടി സാർ അക്കാലത്ത് എഴുതിയ കുറിപ്പുകളിലൊന്നിൽ തന്നെ കാണാൻ വന്ന നിസ്വനായ ഒരു വായനക്കാരനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി.
തൻ്റെ കൃതികളുടെ പല ഭാഗങ്ങളും കാണാപ്പാഠം പറയുവാൻ കഴിയുമായിരുന്ന ആ ഗ്രാമീണൻ കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നിട്ടൊടുവിൽ വൈകുന്നേരം മടങ്ങാൻ നേരത്ത് MTയുടെ തന്നെ സ്നേഹനിർബന്ധം കൊണ്ട് മടങ്ങാൻ നേരത്ത് തൻ്റെ കയ്യിൽ തിരുപ്പിടിച്ചിരുന്ന 10-ൻ്റെയും 2-ൻ്റെയും 5-ൻ്റെയും, അന്ന് 5-ൻ്റെയും 2-ൻ്റെയും നോട്ടുകളുള്ള കാലമാണ്. അക്കാലത്തെ വലിയ നോട്ടുകളുമായിരുന്നു അത് മുഷിഞ്ഞ 5-6 നോട്ടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുന്ന സന്ദർഭമാണത്. അദ്ദേഹം സ്നേഹത്തോടെ നിരസിച്ചു. പൈസയ്ക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല, ദയവായി ഇത് മടക്കിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ വായനക്കാരൻ പറഞ്ഞ വാക്കുകൾ ഏതൊരു എഴുത്തുകാരനും കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് വേണം നമുക്ക് വായിക്കാൻ. വായനക്കാരൻ പറഞ്ഞു, സാർ, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഭണ്ഡാരങ്ങളിൽ ഇടുവാൻ വേണ്ടി നാണയങ്ങൾ കരുതാറില്ലേ? അതുപോലെ കരുതിയാൽ മതി, അങ്ങേക്കുള്ള ധനസഹായമായിട്ട് ദയവായി ഇതിനെ കരുതരുത് എന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിൻ്റെ കാലത്തോ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷമോ മലയാളത്തിലെ ഒരു എഴുത്തുകാരനും ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്റ്റേച്ചർ, ഒരു നില അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് തന്നെക്കുറിച്ച് ഏറെയൊന്നും പുകഴ്ത്തി പറയാത്ത MT ഈ ജീവിത സന്ദർഭം അനാവരണം ചെയ്തതിലൂടെ എക്കാലത്തും മലയാളിക്ക് ഓർമ്മിക്കുവാനുള്ള ഒരു പാഠമായി നൽകിയിട്ട് മടങ്ങിയത്. നമ്മളിൽ എത്ര പേരെ എഴുത്തുകാരായി ചമയുന്ന, എഴുത്തുകാരായി ഏതോ ഉയർന്ന പീഠത്തിലിരിക്കുകയാണെന്ന് വൃഥാ അഭിമാനിക്കുന്ന നമ്മൾ മലയാളി എഴുത്തുകാരിൽ എത്ര പേരെ യഥാർത്ഥത്തിൽ വായനക്കാർ അവിധം ദൈവമായോ ദേവതുല്യനായോ കണക്കാക്കുന്നുണ്ട് എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. പേരിലുള്ള ഒരു ദേവപദം തൻ്റെ പെരുമാറ്റത്തിലോ ബാഹ്യ രൂപത്തിലോ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏകാന്തമായ ഒരു ക്ഷേത്രദീപം കണക്ക് എല്ലായ്പ്പോഴും എരിഞ്ഞു നിന്നിരുന്നു എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളാണ് സാക്ഷി. MTയുടെ തിരഞ്ഞെടുത്ത കഥകളുടെ ആമുഖമായി അദ്ദേഹം എഴുതിയ ചെറിയ കുറിപ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്തമായ വാചകം അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത്. അറിയാത്ത മഹാത്ഭുതങ്ങളെ ഉള്ളിൽ വഹിക്കുന്ന സമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിളയെയാണ് എന്നുള്ളത്. അതിനു മുമ്പുള്ള 2-3 പാരഗ്രാഫുകൾക്ക് മുമ്പിൽ അദ്ദേഹം തൻ്റെ മുഴുവൻ സാഹിത്യകൃതികളെയും അളക്കുവാൻ സാധിക്കുന്ന ഏതാനും വാചകങ്ങൾ നിബന്ധിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: തറവാടിൻ്റെ ഇരുണ്ട വരാന്തയിൽ നിലവിളക്കിൻ്റെ ഇത്തിരി വെളിച്ചത്തിലേക്ക് രാത്രി തെക്കേപ്പാട്ട് നിന്ന് ഓടി വന്ന് അപ്പോൾ ഇത്തിരി ചോറ് തരാമോ എന്ന് ചോദിച്ച് കടന്നിരിക്കുന്ന വേലായുധേട്ടൻ്റെ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എന്നതാണ്. അത് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പല്ല, MTയുടെ മുഴുവൻ കഥകളുടെയും സമാഹാരത്തിന് MT എഴുതിയ ലഘുവായ ആമുഖക്കുറിപ്പാണ്. അതിൽ താൻ അന്നേക്ക് നിർവഹിച്ച 300ഓളം ചെറുകഥകളിൽ ഒന്നിനെപ്പോലും MT പരാമർശിക്കുന്നില്ല. ആകെയുള്ളത് ഭ്രാന്തൻ വേലായുധനെ വേലായുധേട്ടൻ എന്ന് ബഹുമാനപൂർവം എഴുതി ചേർക്കുന്ന ഈ കുറിപ്പാണ്. ഇരുട്ടിൽ നിന്ന് നിലവിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരു മനുഷ്യപ്രാണൻ കടന്നിരിക്കുന്നതിൻ്റെ ചിത്രമാണത്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന പേര് MTയുടെ മുഴുവൻ സാഹിത്യത്തിനും ബാധകമായ സാധുതയുള്ള ഒരു ശീർഷകമാണ് എന്ന് ഞാൻ കരുതുന്നു. 1948 മഹാത്മാഗാന്ധിയെ ഒരു മതഭ്രാന്തൻ വെടിവെച്ച് കൊന്നപ്പോൾ നെഹ്റു ഉച്ചരിച്ച പ്രശസ്തമായ ആ വാചകത്തിൽ നിന്നാണ് ആ ഇരുട്ടും വെളിച്ചവും അദ്ദേഹത്തിൻ്റെ തലമുറയിലെ യുവാക്കളുടെ മനസ്സിലേക്ക് എക്കാലത്തേക്കുമായി കടന്ന് കയറിയിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഗാന്ധിയുടെ തിരോധാനത്തിൽ മനം നൊന്ത്
കവിഹൃദയവും ഒരു വേള ഋഷിഹൃദയവുമുള്ള പണ്ഡിറ്റ് നെഹ്റു, "ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈവ്സ് ആൻഡ് ദർ ഈസ് ഡാർക്ക്നെസ് എവരിവെയർ" എന്ന് പറഞ്ഞ വാചകമായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം പോയിരിക്കുന്നു, ഇവിടെ നിത്യാന്ധകാരം പരന്നിരിക്കുന്നു എന്നതാണത്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായ വിവക്ഷകളുള്ള രചനകൾ അധികമൊന്നും എഴുതിയിട്ടില്ല എന്ന് വിമർശിക്കാവുന്ന MTയുടെ രചനാ പദ്ധതിയിൽ ഉടനീളം അന്തർലീനമായി കിടന്നത് ഇരുട്ട് പരന്നിരിക്കുന്നു, വെളിച്ചം കെട്ടുപോയിരിക്കുന്നു എന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഈ വാചകമാണ് എന്ന് നമുക്ക് വിചാരിക്കാവുന്ന ധാരാളം ഇരുൾ സന്ദർഭങ്ങൾ, വെളിച്ച സന്ദർഭങ്ങൾ MTയുടെ കഥകളിലുടനീളമുണ്ട്. 20 25 ചെറുകഥകൾ ഇരുട്ടിനെ സംബന്ധിച്ചും ഇരുട്ടിലേക്ക് പ്രകാശിതമാവുന്ന വെളിച്ചത്തെ സംബന്ധിച്ചുമുള്ള വാചകങ്ങളോടെയാണ് MT ആരംഭിക്കുന്നതെന്ന് MTയെ കുറിച്ച് ഇരുട്ട് കറന്ന് വെളിച്ചമിറ്റിക്കുന്ന വിദ്യ എന്ന പേരിൽ ഞാനൊരു പഠനം, ഒരു ലഘുപഠനം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ സാധ്യതയായി കൂടി ഈ വെളിച്ചം കടന്നു വരുന്നുണ്ട്. സമകാലിക കേരളത്തിൽ ഇരുൾ നിറയുകയും ചെറിയ കുഞ്ഞുങ്ങൾ പോലും മാതാപിതാക്കളെയും ബന്ധുക്കളെയും അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന വാർത്തകൾ പരക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ ഇരുട്ടിൻ്റെയും MT സൂചിപ്പിച്ച ഇരുട്ടിൻ്റെയും മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിൻ്റെയും രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കാവുന്നതാണ്. എത്രയെങ്കിലും വാക്കുകൾ മുൻകാല കവികളുടേതെന്നതുപോലെ എടുത്തുദ്ധരിക്കുവാൻ പറ്റിയ വിധത്തിൽ തൻ്റെ കൃതികളിൽ എഴുതി ചേർക്കുവാൻ MT ശ്രദ്ധ വച്ചിരുന്നത് അദ്ദേഹത്തിന് സിദ്ധിച്ച ഈ വലിയ ജനസമ്മതിയുടെ ഒരു കാരണമായി ഞാൻ കണക്കാക്കുന്നു. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്നെല്ലാം കവിതയാണെങ്കിൽ, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം എന്നത് കവിതയാണെങ്കിൽ, ഇത് ഏത് ഇരുൾ കുഴിമേൽ ഉരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നുള്ളത് കവിതയാണെങ്കിൽ, ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈ കൊണ്ട് തലോടുമേ ഇവൾ എന്ന് വിധിയെപ്പറ്റി കുമാരനാശാൻ പറഞ്ഞത് കവിതയാണെങ്കിൽ, അതിനുശേഷം മലയാളി എടുത്തുദ്ധരിച്ച കോട്ടബിൾ കോട്ട്സ് എന്ന് പറയാവുന്ന മട്ടിൽ മലയാളി എടുത്തുദ്ധരിച്ച ഒരുപാട് വാക്കുകൾ മറ്റാരുടെയുമായിരുന്നില്ല, MT വാസുദേവൻ നായരുടേത് മാത്രമായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാം. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് വരിഷ്ഠനായ ഒരു കവിയുടെ വാക്കുകളെ പിൻപറ്റുന്നത് പോലെ മലയാളികൾ അദ്ദേഹം എഴുതി വച്ചതിന് ശേഷം എത്രയോ വട്ടം ഉദ്ധരിച്ചു. MTയെ പുരസ്കരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു ഫോട്ടോ പ്രദർശനം, അതിനോടൊപ്പമുള്ള ഒരു ചിത്രകലാ പ്രദർശനത്തിൽ അടിക്കുറിപ്പുകളായി എഴുതിയിരിക്കുന്നത് മുഴുവനും MTയുടെ സാഹിത്യത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. നമ്മളിൽ ആര് മൺമറഞ്ഞു പോയാൽ അത്തരം ഉദ്ധരണികൾ കൊണ്ട് ചിത്രങ്ങളും ഫോട്ടോകളും വരും തലമുറയിലെ ഫോട്ടോഗ്രാഫർമാരും ചിത്രകാരന്മാരും വയ്ക്കുമെന്ന് ആലോചിച്ചാൽ നമുക്ക് ഉൾക്കിടിലമുണ്ടാവും. ഭാവിയിൽ എടുത്തുപയോഗിക്കാവുന്ന, ഉദ്ധരിക്കാവുന്ന മറ്റുള്ള എത്ര വാക്കുകൾ MTയുടെ സമകാലികരോ പിൽക്കാലത്തെ എഴുത്തുകാരോ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാലോചിച്ചാൽ നിരാശയുണ്ടാകും. പെരുവേറൻ ചീങ്കണ്ണിയെപ്പോലെ നീങ്ങുന്ന മണൽ ലോറികൾക്കുള്ളിൽ എൻ്റെ നിളയുടെ ആന്തരാവയവങ്ങൾ പിടയ്ക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടെയുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ശീർഷകമായിട്ട് പെയിൻറ്റർ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ മുഴുവൻ ചിത്രങ്ങളുടെയും താഴെ എഴുതി വയ്ക്കുവാൻ പാകത്തിൽ എത്രയെത്ര വരികൾ കവികളുടേതെന്നതുപോലെ അദ്ദേഹം കുറിച്ചു വച്ചു എന്ന് ഞാൻ MTയുടെ ഒരു പഴയകാല സിനിമ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷം വീണ്ടും കണ്ടപ്പോൾ, സുകുമാരൻ്റെ കഥാപാത്രം തൻ്റെ കൂട്ടുകാരോടൊപ്പം കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ മദ്യപിച്ച് ബഹളം വച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്ന സുകുമാരൻ്റെ കഥാപാത്രം തലയിണയിൽ ചാരി പുസ്തകം വായിച്ചുകൊണ്ട് ഏകാഗ്രമായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടുകാരൻ ജീവിതത്തെപ്പറ്റി എന്തോ ഒരു കമൻ്റ് പറയുന്നു, ഒരു മഹദ്വചനം പോലെയുള്ള എന്തോ ഒന്ന്.
ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷിച്ചാൾ എന്ന് കോട്ടബിൾ കോട്ടായിട്ട് എഴുതിയ സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ ഞാൻ ഓർമ്മിക്കുന്നു. ഇങ്ങനെ സന്ദർഭാനുസരണം ഉദ്ധരിക്കുവാൻ എത്രയോ മഹിതങ്ങളായിട്ടുള്ള ഉദ്ധരണികൾ എഴുതി വെച്ച തുഞ്ചൻ്റെ യഥാർത്ഥ പിൻഗാമിയായിരുന്നു MT എന്നുകൂടി ഓർമ്മിക്കുവാൻ ആ വെടിശബ്ദം കാരണമായി എന്നതിൽ സന്തോഷമുണ്ട്. MTയെ ആരാധകൻ ആസ്വദിച്ചതുപോലെയോ സ്നേഹിച്ചതുപോലെയോ അല്ല MTയെ പിൽക്കാല എഴുത്തുകാർ സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അദ്ദേഹം വഹിച്ചിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപത്യം എന്ന കസേരയോടുള്ള ബഹുമാനമോ ഭയമോ ഇല്ലായിരുന്നുവെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് MT എത്രയോ മുമ്പ് അതിക്രൂരമായി പിൽക്കാല എഴുത്തുകാരിൽ ആക്രമിക്കപ്പെട്ടേനെ എന്നുള്ളത് നമുക്കുറപ്പാണ്. പഴയ കാലത്തിൻ്റേതായ അദ്ദേഹത്തിൻ്റെ ഹൃദയം വരെയും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ശൈലിയെ പിൽക്കാല എഴുത്തുകാർ ഹൃദയത്തിന് മുകളിലേക്ക്, തലച്ചോറിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് നമ്മൾ കണ്ടുനിന്നു. ബുദ്ധിയുടെയും വിചാരത്തിൻ്റെയും സീമകളിൽ നമ്മുടെ മലയാള ഭാഷ സാഹിത്യം എന്ന വ്യാജേന തത്തിക്കളിച്ച ഒരു വലിയ കാലം ആധുനികത എന്ന പേരിൽ വന്നു. നിങ്ങൾ നോക്കൂ, അക്കാലത്ത് നമ്മുടെ ആധുനിക എഴുത്തുകാർ എഴുതിയ, അക്കാലത്തെ നിരൂപകരാൽ മുക്തകണ്ഠം പ്രശംസിക്കപ്പെട്ട നൂറുകണക്കിന് ചെറുകഥകൾ ഇന്ന് ആരും ഓർമ്മിക്കുന്നതേയില്ല. അക്കാലത്തെ പ്രഗത്ഭരായ വിമർശകന്മാരുടെ പേരുകൾ കേൾക്കുമ്പോൾ അവരന്ന് ഘോരഘോരം പ്രശംസിച്ച ചെറുകഥകളെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും. ഇതിനെയാണല്ലോ അവർ ഇങ്ങനെ വാഴ്ത്തിപ്പാടിയതെന്ന്. എന്നാൽ ആ ചെറുകഥാകൃത്തുകൾ മുഴുവനും, ഞാൻ അവരോടുള്ള മുഴുവൻ ബഹുമാനത്തോടെയാണ് പറയുന്നത്, ആ ചെറുകഥാകൃത്ത് മുഴുവനും MT ഭാഷയിൽ സാധിച്ച ചില രീതികൾ കടമെടുത്തുകൊണ്ട് നോവലുകൾ എഴുതുകയും ആ നോവലുകളുടെ പേരിൽ അവർ എക്കാലത്തും സമാരാധ്യരായി തീരുകയും ചെയ്തു. ആധുനികതര കാലത്തെ എല്ലാ ചെറുകഥാകൃത്തുക്കളിലും ഇന്ന് നമ്മൾ ആദരവോടെ സ്മരിക്കുന്നത് അവരെഴുതിയ ചെറുകഥകളുടെ പേരിലല്ല, അവരെഴുതിയ നോവലുകളുടെ പേരിലാണ്. ആ നോവലുകളിലാവട്ടെ MT പഠിപ്പിച്ചു കൊടുത്ത സ്വന്തം ദേശത്തിൻ്റെ, സ്വന്തം കാലത്തിൻ്റെ, സ്വന്തം ഭാഷയുടെ, സ്വന്തം വികാരങ്ങളുടെ എഴുതൽ മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ എന്ന പാഠം ഉൾക്കൊണ്ടിരുന്നു എന്നും നമ്മൾ ഇന്ന് കാണുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിൻ്റെ 50-ാം വാർഷികത്തിൽ സംബന്ധിക്കുവാൻ ഞാൻ വടകരയിൽ പോയിരുന്നു. അവിടെ വെച്ച് മൂന്തേട്ടനോട് ഞാൻ രഹസ്യമായി ചോദിച്ചു, നിങ്ങളുടെ ചെറുകഥകൾ അതിനെപ്പറ്റി ഇപ്പോഴുള്ള അഭിപ്രായം എന്താണ്? മൂന്തേട്ടൻ സ്വതസിദ്ധമായ നിഷ്കളങ്കതയോടെ പറഞ്ഞു, അതിൽ പലതും ചെറിയ ഗിമ്മിക്കുകളായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, ഇത് പറയുവാൻ അദ്ദേഹം കാണിച്ച ആർജവത്തോടെ എനിക്ക് സന്തോഷമായി. എന്നാൽ നോക്കൂ, മയ്യഴിപ്പുഴ തീരങ്ങളും ദൈവത്തിൻ്റെ വികൃതികളും നൃത്തവും ഡൽഹി ഗാഥകളും ഒരു ദളിത് സ്ത്രീയുടെ കഥനകഥയും കേശവൻ്റെ വിലാപങ്ങളും ആദിത്യനും രാധയും മറ്റു ചിലരും, അങ്ങനെ വന്ന എല്ലാ നോവലുകളിലും മുകുന്ദൻ പിൻപറ്റിയത് മനുഷ്യൻ്റെ മക്കൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കഥന സമ്പ്രദായമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ കഥന സമ്പ്രദായമാണ്. അത് നിലനിൽക്കുമെന്നും അതേ നിലനിൽക്കൂ എന്നും അക്കാലത്തെ ആധുനിക ചെറുകഥാകൃത്തുക്കൾ മനസ്സിലാക്കിയതിൻ്റെ സാക്ഷ്യമായിരുന്നു അവർ മനുഷ്യപ്പറ്റുള്ള ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ മലയാളത്തിൽ എഴുതി നിറച്ച നോവലുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ MTക്ക് ശേഷമുള്ള 2 തലമുറകളിലെ എഴുത്തുകാർ വേദിയിൽ സന്നിഹിതരാണ്. ശ്രീ NS മാധവനും ശ്രീ KP രാമനുണ്ണിയും. നമ്മളുടെ ചെറുകഥകളുടെ പഠനം നിർവഹിച്ച അച്യുതൻ മാഷ് ഘട്ടവിഭജനം എന്ന് പറയുന്ന കൃത്രിമമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഓരോ കാലഘട്ടത്തിൻ്റെയും എഴുത്തുകാരെ ഓരോ
സംഘമായി ചേർത്ത് പറയുന്ന ഒരു രീതി. അതിൽ MTയുടെ ഘട്ടത്തിന് ശേഷം പിൽക്കാലത്ത് വന്ന 2 ഘട്ടങ്ങളെ പ്രതികരിക്കുന്ന എഴുത്തുകാരാണ് ശ്രീ KP രാമനുണ്ണിയും NS മാധവനും. യഥാക്രമം ശ്രീ NS മാധവനും ശ്രീ KP രാമനുണ്ണിയും. അതിനുശേഷം വന്ന മറ്റൊരു അച്യുതൻ മാഷിനെ പിൻപറ്റി പറഞ്ഞ മറ്റൊരു ഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. എന്നാൽ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഗദ്യരചനയുടെ വാസ്തുശില്പങ്ങളിൽ MTയുടെ 4 കെട്ടിൽ നിന്ന് പൊളിച്ചെടുത്ത ചില ഗൃഹഭാഗങ്ങൾ ശോഭ ചേർക്കുന്നത് മാറി നിന്ന് നോക്കി ആസ്വദിക്കുന്നവരാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ നിങ്ങൾ വായിക്കൂ. ശ്രീരാമനുണ്ണിയുടെ പ്രസിദ്ധങ്ങളായിട്ടുള്ള നോവലുകൾ വായിക്കൂ. സുഭാഷ് ചന്ദ്രൻ്റെ ക്ഷുദ്രമായ 2 നോവലുകൾ വായിക്കൂ. അതിലെല്ലാം അവിടെയായി MT മൂടുപടം നീക്കി തല കാണിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് അദ്ദേഹം പിൽക്കാല എഴുത്തുകാർക്ക് നൽകിയ ഒസ്യത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹിതനായ ഒരു എഴുത്തുകാരൻ തൻ്റെ തലമുറയെ മാത്രമല്ല തനിക്ക് പിന്നാലെ വരുന്നവരെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു നിദർശനമാണ് അത്. തനിക്ക് ശേഷം പ്രളയമാണ് എന്ന് മറ്റെഴുത്തുകാരെ പോലെ പറയാതിരുന്ന ഒരാളാണ് MT. അതുകൊണ്ട് MTയെ പോലെ ഒരാൾ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടാവുകയുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കേൾക്കുമ്പോൾ ഏറ്റവും നെറ്റിച്ചൊളിക്കാൻ സാധ്യതയുള്ള ഒരാൾ MT തന്നെയായിരിക്കും. ഞാൻ കരുതുന്നു മലയാള ഭാഷയിൽ വൈലോപ്പിള്ളിയെയും ഇടശ്ശേരിയെയും P. കുഞ്ഞിരാമൻ നായരെയും OV വിജയനെയും കുമാരനാശാനെയും അടക്കമുള്ള ആദ്യത്തെ 10 വലിയ എഴുത്തുകാരെ എടുത്താൽ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മഹിതരായ കവികളെയും കഥാകൃത്തുക്കളെയും നോവലിസ്റ്റുകളെയും അടക്കം ഗദ്യകാരന്മാർ മാത്രമല്ല പഴയ ചമ്പുകാരന്മാരും ആട്ടകഥാകൃത്തുക്കളും അടക്കം ഉണ്ണായി വാര്യരടക്കമുള്ള ആട്ടകഥാകാരന്മാരെ എടുത്താൽ ആദ്യത്തെ 10 പേരിൽ ഒരാളാകാൻ ഒരു പക്ഷേ MTക്ക് സാധ്യതയില്ല എന്ന് നിഷ്പക്ഷനായിട്ടുള്ള ഒരു സാഹിത്യ വിമർശകന് പറയാൻ സാധിക്കും. അത് ഏറെക്കുറെ സത്യമാണ് താനും. എന്നാൽ മലയാള ഭാഷയിൽ തൻ്റെ സമകാലികരെയും പിൽക്കാല എഴുത്തുകാരെയും സമഗ്രമായി ആവേശിച്ച ആദ്യത്തെ 5 എഴുത്തുകാരുടെ ലിസ്റ്റ് പട്ടിക എടുത്താൽ അതിൽ ഒന്നാമൻ MT ആയിരിക്കും എന്നുള്ളതിനൊരു സംശയവും വേണ്ട. അത് അദ്ദേഹം സാഹിത്യത്തോട് കാണിച്ച പ്രതിബദ്ധതയും സാഹിത്യത്തിൽ അദ്ദേഹം പുലർത്തിയ ആത്മസമർപ്പണവും സകല ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകരായിട്ടുള്ള ലോകമനുഷ്യരോടും അദ്ദേഹം പുലർത്തിയ അപാരമായ ഹൃദയാദരവും കൊണ്ട് സാധിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നു. കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു കൊച്ചു കഥ എഴുതി മാതൃഭൂമിയിൽ സമ്മാനം വാങ്ങിക്കാൻ ചെന്ന എന്നെ അദ്ദേഹം പിന്നിൽ നിന്ന് തൊട്ടു വിളിച്ച് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് കുശലം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം അത്ര മൗനിയൊന്നുമല്ല എന്ന്. അദ്ദേഹത്തിന് വേണ്ടിയിടത്ത് സംസാരിക്കുവാനും അന്വേഷിക്കുവാനും ആരായുവാനും അറിയുവാനുമുള്ള സൗമനസ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് 3ാമത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയായിരിക്കണം ഒരു പത്രാധിപർ തൻ്റെ ജോലി നിർവഹിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി പറയാതെ പറഞ്ഞു തരുവാൻ അദ്ദേഹത്തിനുള്ള സിദ്ധി അപാരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുവാൻ വേണ്ടി അതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി അദ്ദേഹത്തെ കണ്ട സന്ദർഭം ഞാൻ മാതൃഭൂമി വാരാന്തപതിപ്പിൽ ഒരു ലേഖനമായി എഴുതിയിരുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. എന്നാൽ ക്വാളിറ്റി എന്നുള്ള ഒരു വെളിച്ചത്തിന് മാത്രമേ പത്രാധിപരായിരിക്കുന്ന ഒരാളുടെ കയ്യിലൂടെ വായനക്കാരിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കാവൂ എന്ന് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഞാൻ ആ ലേഖനത്തിൽ എഴുതാത്ത ഒരു നിർദ്ദേശം എനിക്ക് അദ്ദേഹം വച്ചു നീട്ടുകയുണ്ടായി. ക്ഷുദ്രനായ കേവലനായ എനിക്ക് അത് എത്രമാത്രം പുലർത്താൻ സാധിക്കുമെന്ന് അറിയുകയില്ല. എങ്കിലും മഹിതനായിട്ടുള്ള ഒരു പൂർവഗാമി അദ്ദേഹം നിർവഹിച്ച പലമട്ടുള്ള സർഗാത്മക പ്രകാശനങ്ങളുടെ ഇടയിൽ പത്രപ്രവർത്തനത്തെയും പത്രാധിപത്യ പണിയെയും
മറ്റൊരു സർഗാത്മക കൃത്യമായി കണക്കാക്കുകയും ഒരുപക്ഷെ അതാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഒരു ഭാഷയെയും സംസ്കാരത്തെയും സമഗ്രമായി സ്വാധീനിക്കുന്ന ഒന്ന് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ വലിയ സാക്ഷ്യമായി ഞാൻ ആ വാക്കുകളെ ഹൃദയത്തിൽ ചേർക്കുന്നു. അദ്ദേഹം ഇല്ലാത്ത ഒരു തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛൻ ഇവിടെ ഉണ്ട് എന്ന് നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എം ടിയും ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുവാൻ നമുക്ക് എളുപ്പമുള്ളത് കൊണ്ട് അദ്ദേഹത്തിനു കൂടി ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എം ഡി കാലം ഇന്ത്യൻ ആഖ്യാന കലയിലെ വികാസ പരിണാമങ്ങൾ എന്ന ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ അർത്ഥവത്തായ ഒരു സെഷനാണ് ഇപ്പോൾ നടന്നത്. മാത്രമല്ല സുഭാഷ് ചന്ദ്രൻ്റെ വളരെ രസകരമായ ഒരു വാക്ക് ചേർക്കാതെ പറയാതെ വയ്യ. ആ വസ്യത്ത്, ആ മനുഷ്യൻ ഏൽപ്പിച്ചു പോയ വസ്യത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകുക, അടുത്ത തലമുറയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സെഷനിൽ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീ ശ്രീനിവാസ റാവുവാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ സെഷനിൽ അധ്യക്ഷം വഹിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ മലയാളം ഉപദേശക സമിതി കൺവീനറായ ശ്രീ KP രാമനുണ്ണിയാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ ശ്രീ NS മാധവൻ, മുഖ്യ പ്രഭാഷകനും നോവലിസ്റ്റും പത്രാധിപരുമൊക്കെയായ ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇവരോടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.